ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേൺ ഫ്രഞ്ച് വിത്ത് വിനീത് ബ്രോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെഫ് എക്സാമിൽ B2 ലെവൽ വരെ എത്തുന്നതിനായിട്ട് എത്ര സമയം വേണം, ഏതെല്ലാം മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യണം, ഒരു ദിവസം എത്ര സമയം പ്രാക്ടീസ് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ബുക്ക് ബേസിക് ഫ്രഞ്ച്, ഇതാണ് നമ്മളുടെ ആദ്യത്തെ ബുക്ക്. ഈ ബുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഈ ബുക്ക് ഒരു ദിവസം 3/4 മണിക്കൂർ 45 മിനിറ്റ്സ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് 2 മാസത്തെ സമയമാണ്. 2 മാസം കൊണ്ട് എവറി ഡേ നമ്മൾ 45 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്താൽ ഇത് തീരുന്നതാണ്. ഇത് ചെയ്യുന്നതോടൊപ്പം ഇതിൻ്റെ ഒരു വർക്ക് ബുക്ക് അവൈലബിൾ ആണ്. അത് ഫ്രീലി അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. ഇതാണ് ആ മെറ്റീരിയൽ. ഇതിനകത്തൊരു 500 പേജസ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് മുഴുവൻ ചെയ്യണം. 2 മാസത്തെ സമയമാണ്. 3/4 മണിക്കൂർ 1.5 മണിക്കൂർ ഒരു ദിവസം, 2 മാസം. ഈ മെറ്റീരിയൽ തീർന്നു കഴിഞ്ഞാൽ ബേസിക് ലെവൽ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അഡ്വാൻസ് ബിഗിനർ ലെവൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും. അഡ്വാൻസ് ബിഗിനർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ B1 ലെവലിൽ ധാരാളം ബുക്കുകൾ അവൈലബിൾ ആണ്. ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ബുക്കാണ്, ഫ്രഞ്ച് ട്യൂട്ടർ. ഇതിനകത്ത് 200+ എക്സസൈസ് ആണുള്ളത്. അതിനകത്ത് റൈറ്റിംഗ് ആൻഡ് റീഡിങ് എക്സസൈസ് ധാരാളം ഉണ്ട്. ഒരുപാട് എക്സ്പ്രഷൻസ് വൊക്കാബുലറീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ബുക്കാണ്. അടുത്ത 2 മാസം നമ്മൾ ഈ ബുക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിന് ഒരു ദിവസം 1 മണിക്കൂറാണ് അലോക്കേറ്റ് ചെയ്യേണ്ട സമയം. ഈ ബുക്ക് ചെയ്യുന്നതോടൊപ്പം നമ്മൾ മറ്റ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യണം. മറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ലിസണിങ് ആൻഡ് റീഡിങ് ആക്ടിവിറ്റീസ് ആണ്. ലിസണിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം മെറ്റീരിയൽസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഫ്രീ മെറ്റീരിയൽസ് ഉണ്ട്, നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. റീഡിങ് ലൈബ്രറിയിൽ നിന്നും ബുക്ക് എടുത്ത് വായിക്കുന്ന അതേ രീതി നമുക്ക് ഫോളോ ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സമയം പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഡിക്ഷണറി കൂടെ വെച്ച് വായിക്കേണ്ട ആവശ്യം വരും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫോണിൽ നിന്നും കിൻഡിൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ആ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഈ ബുക്സ് പർച്ചേസ് ചെയ്യുക. ഈ ബുക്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനിൽ വായിക്കാം. ആപ്ലിക്കേഷനിൽ വായിക്കുമ്പോഴുള്ള എളുപ്പം നമുക്കതിനകത്ത് ലുക്കപ്പ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റൻസ് മീനിങ്ങും എക്സ്പ്രഷൻസിൻ്റെ എക്സ്പ്ലനേഷൻസും അതിനടിയിൽ തന്നെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് വായിച്ച് പോകാനായിട്ട് സാധിക്കും. ആദ്യം വായിക്കേണ്ടത് A1 ലെവലിലുള്ള ബുക്കുകളാണ്. രണ്ടാമത് B1 ലെവൽ ബുക്കുകൾ വായിക്കുക. B2 ലെവൽ ബുക്കുകളിലേക്ക് പോകേണ്ട ആവശ്യം തന്നെ വരാറില്ല. അപ്പോൾ A1, A2, B1 ലെവൽ ബുക്സുകൾ, ഈ ബുക്കുകൾ ഒരു 3 ബുക്കെങ്കിലും നമ്മൾ വായിച്ചു തീർക്കണം. അപ്പോൾ 2 മാസം സമയം കഴിഞ്ഞ് ടോട്ടൽ 4 മാസമായി. ഈ 4 മാസം സമയം കൊണ്ട് നമ്മൾ ഏകദേശം B2 ലെവൽ വരെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഇതേ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 2 മാസം നമ്മളുടെ പ്രിപ്പറേഷൻ, ടെഫ് പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഇതുപോലുള്ള ബുക്കുകൾ മേടിക്കാം. പക്ഷേ ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻസ് തന്നെയാണ്. ടെഫ് കാനഡ എന്ന് പറയുന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഈ 2 മാസം സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് എവറി ഡേ നമ്മൾ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക. 2 മാസം കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് ചെയ്യുക, പോയി ടെസ്റ്റ് എടുക്കുക. അത്രേ ഉള്ളൂ. B2 ലെവലിൽ എത്തുന്നതിന് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി സാധാരണയായിട്ട് ചില ആളുകൾക്ക് ചെറിയൊരു പ്രശ്നം തോന്നുന്നത്, ഈ ഒരു മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബേസിക് നോളജ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ടഫ്നെസ്, കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു റെക്കോർഡ് സെഷൻസ്, മലയാളത്തിലുള്ള റെക്കോർഡ് സെഷൻസ്, ബേസിക് വീഡിയോ സെഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനൊരു മെറ്റീരിയലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലും നമ്മളുടെ റെക്കോർഡ് മലയാളം സെഷൻ്റെ വീഡിയോസ് ആവശ്യമുണ്ട് എന്നുള്ളവർ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയയ്ക്കുക, നമുക്കത് അവൈലബിൾ ആക്കി തരാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് B2 ലെവൽ എത്താനായിട്ട് 6 മാസം കൊണ്ട് സാധിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും തന്നെ എക്സാമിൽ B2 ലെവൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക്സ്.